Hey guys, welcome back to my channel. ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഡെസ്കിലുള്ള ആമസോൺ ആൻഡ് മീഷോ ഫൈൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. കുറേ സാധനങ്ങളൊന്നുമില്ല, പക്ഷേ കുറച്ചൊക്കെ മീഷോന്നും അതുപോലെ ആമസോണിൽ ഒക്കെ വാങ്ങിച്ച സാധനങ്ങളുണ്ട്. അപ്പോൾ ചിലതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോങ് വീഡിയോസ് ആയിട്ട്. ചിലത് ഞാൻ ഷോർട്സൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ വീഡിയോ ആക്കിയിട്ട് കാണിക്കാമെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, പിന്നെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഈ ഒരു വൈറ്റ് ഡെസ്ക് ഓർഗനൈസറാണ് കേട്ടോ. ഈ ഒരു ഓർഗനൈസർ ഞാൻ കുറേ ഡെസ്കിൻ്റെ മുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഏത് എസ്തറ്റിക്സിനോടും മാച്ചാണ്. അതായത് ഇപ്പോൾ ഒരു മിനിമൽ എസ്തറ്റിക് ആണല്ലോ, അല്ലെങ്കിൽ ബ്രൗണോ, അല്ലെങ്കിൽ ഏത് എസ്തറ്റിക്സിനോടും ഭയങ്കര മാച്ചായിട്ട് പോകുന്ന ഒരു ഓർഗനൈസറാണ് ഇത്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. ഇതിന് 400-500, അതിൻ്റെ ഉള്ളിലാണോ അതോ 400 500 അല്ലെങ്കിൽ ഓർമ്മയില്ല കേട്ടോ. പിന്നെ കാണാനൊരു മിനിമൽ ലുക്ക് ഉണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഒന്നാമത്തെ പ്രൊഡക്റ്റായിട്ട് കാണിച്ചത്. രണ്ടാമത്തത് ഈ ഒരു അലാം ക്ലോക്ക്. ഇത് ഞാൻ ഇപ്പോൾ അടുത്തൊന്നും വാങ്ങിച്ചതല്ല കേട്ടോ, കുറേ ആയിട്ടുണ്ട്, ഒരു 5-6 വർഷം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് എൻ്റെ ഡെസ്കിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ആ ക്ലോക്ക് പല കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ, മീഷോയിലും അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ വാങ്ങിച്ച ആ സമയത്ത് അത് മീഷോയിൽ വന്നിട്ടില്ലായിരുന്നു, അപ്പോൾ അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഇനി അടുത്തത് കാണിക്കുന്നത് ഈ വൈറ്റ് ടുലിപ്സ്. ഇതും കുറച്ചായിട്ടോ വാങ്ങിച്ചിട്ട്. ഇതൊന്നും ഇപ്പോൾ അടുത്ത് വാങ്ങിച്ചതല്ല, കുറച്ചായിട്ടുണ്ട്. അപ്പോൾ ഇത് 10 വരുന്ന ഒരു കോംബോ ആയിരുന്നു. 500 സംതിങ് ആയിരുന്നു തോന്നുന്നുണ്ട് പ്രൈസ് വന്നിട്ട്. അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതിൽ 10 ആയിരുന്നു. അതിലൊരു 3-4 ഞാൻ എൻ്റെ അനിയത്തിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാം കൂടെ ഡെസ്കിൽ വെക്കുമ്പോൾ ഭയങ്കര നിറഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് ഞാൻ ഈ വൈറ്റ് ടുലിപ്സ് ഇട്ട് വെക്കാറുള്ളത്. ഇത് നമ്മുടെ ഒരു സാധാ ബോട്ടിലായിരുന്നു, അതൊന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തതാണ്. നമ്മുടെ ഈ ജ്യൂസ് ബോട്ടിൽസ് ഉണ്ടല്ലോ കഫേലൊക്കെ കിട്ടുന്ന അങ്ങനത്തെ ഒരു ബോട്ടിലായിരുന്നു, സ്ട്രോക്ക് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ്. പക്ഷെ ഞാനതിൽ ഒന്നും കുടിക്കാറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അപ്പോൾ ഞാനത് ഇങ്ങനെ മേക്ക് ഓവർ ചെയ്തെടുത്തു. ഇനി അടുത്തത് കാണിക്കുന്നത് ഈ ഒരു പെഗ് ബോർഡാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 2500 മുകളിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ പെഗ് ബോർഡ് അക്സസറീസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഐക്കിയയുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡ്യൂപ്പ് പോലെയാണ്, പക്ഷേ മെറ്റീരിയലൊന്നും സെയിം അല്ല കേട്ടോ. അതായത് ഐക്കിയയുടേത് മെറ്റലാണല്ലോ മെറ്റീരിയലിൽ വരുന്നത്. ഇതിൻ്റെത് നമ്മൾ ഈ പൊട്ടുന്നൊരു പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, ആ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. അതിൻ്റെ എക്സാക്ട് നെയിം എന്താണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പൊട്ടുന്ന പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇത് പെഗ് ബോർഡ് വിത്ത് ആക്സസറീസും എനിക്ക് എന്തോ അഫോർഡബിൾ ആയിട്ട് തോന്നി. കാരണം ഐക്കിയയുടേതാകുമ്പോൾ പെഗ് ബോർഡിന് 1600-1700 വരുന്നുണ്ട്. പിന്നെ സെപ്പറേറ്റ് നമ്മൾ ആക്സസറീസ് വാങ്ങിക്കുമ്പോൾ അതിലേറെ വരും ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കേട്ടോ. പക്ഷെ നമ്മൾ സ്റ്റോറിൽ, അതായത് ഐക്കിയയുടെ സ്റ്റോറിൽ പോയിട്ട് വാങ്ങിക്കുമ്പോൾ അത്ര റേറ്റ് ഉണ്ടാവില്ല. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ ഐക്കിയ അവൈലബിൾ അല്ലല്ലോ, അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ മീൻസ് നമ്മൾ വെറുതെ കുറച്ചധികം പൈസ കൊടുക്കുന്ന പോലെയാണ്. അപ്പോൾ അതിനേക്കാളും നല്ലത് എനിക്ക് ഇതാ തോന്നി. ഇവിടെ ഇത് നമ്മളങ്ങനെ കാര്യമായിട്ട് ഹെവി സാധനങ്ങളൊന്നും വെക്കുന്നില്ല. ഞാൻ എന്തായത് നമ്മുടെ ഡെസ്ക് ഒന്ന് എസ്തറ്റിക് ആക്കി എടുക്കുക, ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. പിന്നെ കുറച്ച് ചില്ലറ സാധനങ്ങൾ വെക്കണം. പിന്നെ അതിൽ കൂടുതൽ എൻ്റെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു പെഗ് ബോർഡ് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു. പിന്നെ മെറ്റീരിയൽ തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഐക്കിയയുടേത് മെറ്റലാണ്, ഇത് ഒരു കൈൻഡ് ഓഫ് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വിലയിലും വ്യത്യാസം വരും. ആ ഒരു വ്യത്യാസമായിരിക്കും നമ്മൾ ഇങ്ങനെ കാണുന്നത്. പക്ഷേ എന്നാലും നമുക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്ക് ഇത് ഓക്കെയാണ്. ഇനി അടുത്തത് ഈ ഒരു പൗച്ച്. ഇതിന് 360 രൂപ എന്തോ വന്നിട്ടുണ്ടായിരുന്നു. ഇതും എനിക്കിപ്പോൾ എന്തോ കുറച്ചായിട്ട് ഇങ്ങനെ പൗച്ചസിനോട് ഭയങ്കര ഒരു താല്പര്യമുള്ള പോലെ. പണ്ടൊക്കെ ബാഗ്സ് അങ്ങനെ ഭയങ്കര താല്പര്യമായിരുന്നു, അതുപോലെ ഇപ്പോൾ ഇങ്ങനെ പൗച്ചസിനോടൊരു താല്പര്യം വന്ന് ഇങ്ങനെ തുടങ്ങിയ പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചാണ് വാങ്ങിച്ചത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കോളേജിൽ യൂസ് ചെയ്യുന്നത് ഒരു വാട്ടർമെലൻ്റെ ഒരു മോഡലിൽ വരുന്ന ഒരു പൗച്ചാണ്. ഞാനൊരു 2 വർഷം മുമ്പ് വാട്ടർമെലൺ, അത് ഭയങ്കര ക്രേസായിരുന്നു എനിക്ക്. അതിൻ്റെ സ്റ്റിക്കേഴ്സ്, അതിൻ്റെ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ എല്ലായിടത്തും വാട്ടർമെലൺ വാരി വെതറി എറിയുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ തീമിൽ വരുന്ന എന്ത് സാധനം കണ്ടാലും എനിക്കൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് വാങ്ങിച്ചതായിരുന്നു പൗച്ച്. അതിൻ്റെ വാട്ടർമെലൻ്റെ പോലത്തെ ഇറേസർ, വാഷ് ടൈപ്സ്, പെന്ന് ഒക്കെ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കേട്ടോ. എന്നിട്ട് എൻ്റെ അനിയത്തി പറയും ഈ ഇത്ര പോകുന്നില്ലേ എന്ന് പറയും എൻ്റെ അടുത്ത്. ഞാൻ പറയാം അത് വെച്ചിട്ടിപ്പോൾ എന്താ കുഴപ്പം, എൻ്റെ മനസ്സ് കുഞ്ഞു മനസ്സാണ് അറിയും. അപ്പോൾ അന്ന് അങ്ങനെ വാട്ടർമെലൻ്റെ ഒരു ക്രേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വല്ലാണ്ടില്ല കേട്ടോ വാട്ടർമെലൺ. ഇപ്പോൾ പാൻ കേക്ക്, മിൽക്ക് ആൻഡ് ബേക്കറി തീമിൽ വരുന്ന കുറേ ഐറ്റംസിനോട് താല്പര്യം. അങ്ങനെ ഒരു 2-3 വർഷത്തിന് ശേഷം വാങ്ങിച്ചൊരു പൗച്ചാണ് അത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഹെഡ്ഫോൺ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ബോട്ടിൻ്റെ ഹെഡ്ഫോൺ ആയിരുന്നു കേട്ടോ. 2000 സംതിങ് വരുന്നുണ്ടായിരുന്നു അതിൻ്റെ പ്രൈസ്. അത് ഞാൻ വല്ലാണ്ട് യൂസ് ചെയ്യാറില്ല. അന്ന് ലണ്ടനിൽ പോയ സമയത്ത് അങ്ങനെ അതിന് വേണ്ടി വാങ്ങിച്ചതായിരുന്നു. ഞാൻ പൊതുവേ അങ്ങനെ സോങ്സ് വല്ലാണ്ട് കേൾക്കാറില്ല, അധികം പോഡ്കാസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാറും. അതും ഇങ്ങനെ സ്പീക്കറിൽ എന്തെങ്കിലും ഇട്ടിട്ട് കേൾക്കണം. എനിക്ക് ചെവിയിൽ ഇങ്ങനെ വെച്ചിട്ട് കേൾക്കുന്ന വലിയൊരു താല്പര്യമല്ല.
പക്ഷേ എന്തോ ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഹെഡ്ഫോൺ വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ അതങ്ങനെ വാങ്ങിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റൈലസ് പെന്നായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റൈലസ് പെന്ന് നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിന് 150 ആയിരുന്നോ അത് 200 സംതിങ് ആയിരുന്നോ എന്നുള്ളതും എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ ഷോർട്സ് എന്തോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റൈലസ് പെന്ന് കയ്യിലുണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു എന്നൊക്കെ ഇങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബോഡി മെറ്റൽ ബോഡിയാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് വെയിറ്റ് ഉണ്ട് യൂസ് ചെയ്യുമ്പോൾ. ആ ഒരു വ്യത്യാസമുള്ളൂ. അത് കുറച്ചുകൂടെ പ്ലാസ്റ്റിക്കിൻ്റെ ബോഡി ആയിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു തോന്നി. പിന്നെ ഞാൻ ടിമോന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ബോഡി വരുന്ന അങ്ങനത്തെ ഒരു സ്റ്റൈലസ് പെൻ കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്യാനും നല്ല സുഖമാണ്. പക്ഷേ അതിങ്ങനെ നമ്മൾ ഫോണിൽ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ റഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും ഒന്നുകൂടെ സുഖം ഇത് തന്നെയാണ്. അതായത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് സുഖം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി മീഷോ ഫൈൻസ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം കാണിക്കുന്നത് ഈ ഒരു ട്രൈപോഡ്. ഈ ട്രൈപോഡ് ഞാനങ്ങനെ എന്താ പറയുക, കുറേ കാര്യങ്ങൾ ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും യൂസ് ചെയ്യാറില്ല. ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ കാണിച്ചില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ, പിന്നെ ഡെസ്കിലുള്ള എന്തെങ്കിലും ക്ലോസപ്പ് ആയിട്ട് വരുന്ന ഷോർട്സ് അല്ലെങ്കിൽ എന്താ പറയുക പിക്ചേഴ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചില പിള്ളേർ പറയുന്ന കേൾക്കാം ഈ ട്രൈപോഡിന് ഫോണിൻ്റെ വെയിറ്റ് താങ്ങില്ല എന്നുള്ളത്. പക്ഷെ എൻ്റെ ഫോണിൻ്റെ വെയിറ്റിന് കുഴപ്പമില്ല. ഞാൻ ഐഫോൺ 15 Pro ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വെയിറ്റ് ഓക്കെയാണ്. ഞാൻ ലണ്ടനിൽ പോയ സമയത്ത് ഈ ഒരു ട്രൈപോഡ് മാത്രമായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് വെച്ചിട്ട് തന്നെ ഞാൻ ഒരുവിധം വ്ളോഗ്സും അതുപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ഫോൺ നല്ല വെയിറ്റ് വരുമ്പോൾ അതുപോലെ മറഞ്ഞു വീഴുന്നുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് യൂസ്ഫുൾ ആണ് ആ ഒരു ഐറ്റം ചില ഷോർട്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ ട്രൈപോഡ് കളക്ഷൻസിൻ്റെ ഒരു ഷോർട്സ് ഇട്ടപ്പോൾ അതിൽ കോമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു മഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന മഗ്. അതൊരു കാലത്ത് ട്രെൻഡിങ് ആയിരുന്നു. ആ ടൈമിൽ വാങ്ങിച്ചതായിരുന്നു. 2 ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് എൻ്റെ അനിയത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഒന്ന് കാണിച്ചേ. അത് എൻ്റെ ഒരു എസ്തറ്റിക്സിനോട് വലിയൊരു മാച്ചല്ല, പക്ഷേ എന്തോ എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടമായി. അപ്പം അങ്ങനെ വാങ്ങിച്ചു എന്നുള്ളൂ. ഇനി അടുത്തത് ഈ യെല്ലോ കളറിൽ വരുന്ന ട്യൂലിപ്പ് ഫ്ലവേഴ്സ്. ഇതും ഞാൻ കുറേ ക്രിയേറ്റേഴ്സിൻ്റെ കയ്യിൽ, അതായത് ഫോറിൻ ക്രിയേറ്റേഴ്സിൻ്റെ ഒക്കെ ഡെസ്കിൽ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം വന്നത് വാങ്ങിച്ചു പോയി. പക്ഷെ എൻ്റെ ഡെസ്കിൽ വെക്കുമ്പോഴോ ഇതിൻ്റെ ലീഫിൻ്റെ കളറാണ് തോന്നുന്നു ഭയങ്കരമായിട്ട് ഇങ്ങനെ, അതായത് ഭയങ്കര കളർഫുള്ളായിട്ട് നിൽക്കുന്ന പോലെ തോന്നി എനിക്ക്. അപ്പം ഞാൻ പിന്നെ വല്ലാണ്ട് ഡെസ്കിൽ വെക്കാറില്ല. വേറൊരു ഡെസ്ക് ഉണ്ട് റൂമിൽ, അതുമ്മലാണ് അത് കയറ്റി വെക്കാറ്. അപ്പം നല്ല ഭംഗിയുണ്ട്. അതായത് ഒരു വുഡൻ ഓർഗനൈസറിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇനി അടുത്തത് ഈ ഒരു ക്യാൻഡിൽ മോൾഡ്. ബബിൾ ക്യാൻഡിൽസ് ഒരു ട്രെൻഡിങ് ആയ സമയത്ത് എനിക്ക് എന്താ അത് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഒരു ബബിൾ ക്യാൻഡിൽ വാങ്ങിക്കുമ്പോൾ 160-170 രൂപ എന്ത് വരുന്നുണ്ട്. അതിന് നല്ലത് ഈ മോൾഡ് 160 രൂപയ്ക്ക് വാങ്ങിച്ചാൽ എപ്പോഴും ക്യാൻഡിൽസ് ഉണ്ടാക്കിക്കൂടെ എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞ കൊല്ലത്തിന് മുമ്പത്തെ കൊല്ലം എന്തോ വാങ്ങിച്ചതായിരുന്നു. പക്ഷേ ക്യാൻഡിൽസ് ഉണ്ടാക്കിയിട്ടോ ഒന്ന് തന്നെ, അതായത് വലിയ ബബിൾ ക്യാൻഡിൽ ഉണ്ടാക്കിയത് എൻ്റെ അനിയത്തിക്ക് ഞാൻ ലണ്ടനിൽ പോയ സമയത്ത് ആകെ കൊടുത്ത്. ഞാൻ എന്തായാലും ഇനി യൂസ് ചെയ്യില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതിൻ്റെ ചെറുത് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിനുശേഷം ഞാൻ പിന്നെ ഒറ്റ ക്യാൻഡിൽസ് ഉണ്ടാക്കിയിട്ടില്ല. കാരണം വാക്സ് കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ സോയ് വാക്സ് തന്നെ വേണം, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ എന്നൊക്കെ വിചാരിച്ചും അത് വാങ്ങിച്ചില്ല. അതുകൊണ്ട് ചെയ്തില്ല. ഇനി അടുത്തത് ഈ ഒരു ലാമ്പ്. ഈ ടോസ്റ്റിൻ്റെ ലാമ്പല്ല, ആ മറ്റേ ലാമ്പ്. അതും മീഷോന്ന് വാങ്ങിച്ചതായിരുന്നു. അത് നല്ല ഭംഗിയുള്ളൊരു ലാമ്പായിരുന്നു. ഒരു കവായി തീമിൽ വരുന്ന ഒരു ലാമ്പാണ്. അത് വെക്കുമ്പോൾ ഡെസ്ക് ഒന്ന് കവായി ആ ഒരു തീമിലേക്ക് വന്ന പോലെ തോന്നി. പക്ഷെ എനിക്ക് എന്തോ അതിലത്തെ ആ ഒരു ലൈറ്റും ആ ഒരു വൈബ് ഉണ്ടല്ലോ, ആ ഒരു പിക്ചറത്തെ, അതെനിക്ക് എന്തോ ഭയങ്കര ഒരു കോസി പോലെയൊക്കെ തോന്നി. അപ്പോൾ അതങ്ങനെ വാങ്ങിച്ച്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.